ജൂലൈ 28, 2017 കൊല്ലം റിൻസി എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിൽ അന്നേ ദിവസം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേ ദിവസം രാത്രി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇവളെ അമ്മയാണെങ്കിൽ ഇവർക്ക് വേണ്ടി ചായയും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്തു. പിന്നീടാണെങ്കിൽ 12 മണിയാകുന്നതിനെക്കാട്ടി മുമ്പേ തന്നെ പിന്നീടാണ് ഈ അമ്മ പോയിട്ട് കിടന്നുറങ്ങിയാണ്. അതിനുശേഷം റിൻസി 12 മണിയായ സമയത്താണ് റിൻസിയും കിടന്നുറങ്ങുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് പിറ്റേ ദിവസം രാവിലെ ആയി. അതായത് ജൂലൈ 29-ാം തീയതി രാവിലെ ആണെങ്കിൽ ഈ അമ്മയാണ് റിൻസിയെ വിളിക്കാൻ വേണ്ടി റിൻസിയുടെ മുറിയിലോട്ട് പോവുകയാണ്. റിൻസിയുടെ മുറിയിലോട്ട് പോയ സമയത്താണ് റിൻസിയാണ് കമന്ന് കിടക്കുന്നുണ്ട്. റിൻസിക്കാണ് യാതൊരു രീതിയിലുള്ള അനക്കവും കാര്യങ്ങളും ഇല്ല. ഇവളെ വിളിച്ചിട്ട് ഇവളെ അനക്കവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവളെ മറച്ചു നോക്കിയ സമയത്തായിരുന്നു ഇവളെ കഴുത്തിൻ്റെ അകത്താണെങ്കിൽ ഒരു പാടും കാര്യങ്ങളും കണ്ടിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ റിൻസിയുടെ അച്ഛനാണെങ്കിൽ ഈ പെണ്ണുങ്ങൾ നേരെ പോയി വിളിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർ രണ്ടുപേരും തപ്പി നോക്കിയപ്പോഴാണ് ഈ മകളെ ആരോ കൊലപാതകം ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഈ ഇൻഫർമേഷൻ പോലീസിനെ വിളിച്ച് പറയുകയും ചെയ്തു. അതുമാത്രമല്ല ആ നാട്ടിൻ്റെ അകത്താണെങ്കിൽ ഈ വാർത്തയാണ് പെട്ടെന്ന് തന്നെ ആളി കത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഈ കേസ് വളരെയധികം വലിയ രീതിയിൽ തന്നെ കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് പോലീസുകാർ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നീട് റിൻസിയുടെ ഡെഡ് ബോഡി ആണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലോട്ട് ഓട്ടോപ്സിക്ക് വേണ്ടി അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നീടാണെങ്കിൽ പോലീസുകാരാണ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ടുവരികയാണ്. പിന്നീട് റിൻസി താമസിച്ച മുറിയുടെ അകത്ത് വെച്ചുകൊണ്ട് തന്നെ പിന്നീടാണെങ്കിൽ അവിടെ നിന്നുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഇവള് കിടക്കുന്ന കട്ടിലിന്റെ തായിയായിട്ട് ഒരു കയറ് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ കയറാണ് ഓട്ടോറിക്ഷ സ്റ്റെക്കായി പോയി നിൽക്കുകയാണെങ്കിൽ ഓട്ടോറിക്ഷ ഷാർട്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കയറും കാര്യങ്ങളുമാണ്. ഈ കയറും കാര്യങ്ങളുമാണെങ്കിൽ റിൻസിയുടെ അച്ഛൻ്റെ ഓട്ടോറിക്ഷൻ്റെ അകത്തുള്ള കയറും കാര്യങ്ങളുമായിരുന്നു. പിന്നീടാണ് ഇത് നേരെ എടുത്തു കൊണ്ടുപോകും. പിന്നീടാണ് ഇതിൻ്റെ അകത്തുള്ള ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോലീസുകാർ എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് പിന്നീടാണ് പോലീസുകാർക്കും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിനും കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫിംഗർ പ്രിന്റ് ആണെങ്കിൽ റിൻസിയുടെ അച്ഛൻ്റെ ഫിംഗർ പ്രിന്റ് തന്നെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണെങ്കിൽ ഈ അച്ഛനാണ് കൊലപാതകം ചെയ്തത് എന്ന രീതിയിലുള്ള കൺഫർമേഷനിലോട്ടായിരുന്നു പോലീസുകാർ എത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാലോ ഇത്തരത്തിൽ തന്നെ എവിഡൻസും കാര്യങ്ങളും പോലീസുകാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കെ പിന്നീട് തുടർച്ചയായ 4 മാസങ്ങളിലാണെങ്കിൽ റിൻസിയുടെ അച്ഛനെയും അമ്മയും 9 തവണയോളമാണ് ഇവരെ പിടിച്ചു കൊണ്ടുപോയതിനു ശേഷം ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഈ ടോർച്ചറും കാര്യങ്ങളൊന്നും ഈ അച്ഛനക്ക് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ യാതൊരു രീതിയിലുള്ള കുറ്റകൃത്യവും കാര്യങ്ങളും ചെയ്യാതെ തന്നെ അച്ഛനാണ് കൊലയാളി എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പോലീസുകാർ പറയുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ പിന്നീടാണ് മുഖ്യമന്ത്രിക്ക് ഒരു കത്തും കാര്യങ്ങളും എഴുതുകയും ചെയ്തു. ഈ കേസാണ് ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കത്തും കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇത് വളരെയധികം കേരളത്തിൽ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയാണെങ്കിൽ ഈ കേസാണെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് 5 SI ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും ചേർന്നുകൊണ്ട് തന്നെ ഈ കേസും കാര്യങ്ങളും പിന്നീടാണെങ്കിൽ അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടുവന്നതിന് ശേഷം പിന്നീടാണ് റിൻസിയുടെ ഓട്ടോപ്സി റിപ്പോർട്ട് എടുത്തു നോക്കുകയും ചെയ്തു. ഓട്ടോപ്സി റിപ്പോർട്ടിൻ്റെ അകത്തുണ്ടായ കാര്യങ്ങൾ ഇവളെ മരണപ്പെട്ടതിന് ശേഷം പിന്നീടാണ് ഇവളെ ലൈംഗികമായിട്ട് ഇവളെ ബോഡിയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇവളെ കഴുത്തിൻ്റെ അകത്താണ് എന്തോ വസ്തു വെച്ച് മുറുക്കിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ റിൻസിയുടെ അമ്മയാണ് വിളിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങളും ചെയ്യുകയാണ്. അപ്പോൾ റിൻസിയുടെ അമ്മ ഈ പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് എൻ്റെ ഹസ്ബൻഡ് ഒരിക്കലും ഇത്തരത്തിൽ തന്നെ ചെയ്യില്ല. അതായത് എൻ്റെ ഹസ്ബൻഡാണ് രാത്രി എൻ്റെ കൂട്ടത്തിൽ തന്നെ ആയത് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം എണീച്ച് പോവുകയാണെങ്കിൽ എനിക്ക് തിരിയും. അത് മാത്രമല്ല പിറ്റേ ദിവസം രാവിലെ ആ സ്ഥലത്തോട്ട് പോയി നോക്കിയ സമയത്താണെങ്കിൽ ഈ എൻ്റെ മകളെ നോക്കുന്ന സമയത്താണ് മകളുടെ കഴുത്തിനകത്താണ് ഒരു സ്വർണ്ണമാല ഉണ്ട്. ഈ സ്വർണ്ണമാല മിസ്സിങ്ങും കാര്യങ്ങളുമാണ് എന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥന്റെ പക്കലാണെങ്കിൽ റിൻസിയുടെ അമ്മ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഓട്ടോപ്സി വായിച്ചപ്പോൾ ഇവളെ ലൈംഗികമായിട്ട് ഇവളെ ബോഡിയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇവളെ ഡ്രസ്സും കാര്യങ്ങളുമാണ് നേരെ പിന്നീട് ഒന്നും കൂടി സെർച്ചും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അതായത് ഈ കൊലയാളി ഇത്തരത്തിൽ തന്നെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കൊലയാളിയുടെ സ്പേമും കാര്യങ്ങളും ഈ ഡ്രസ്സിലായിട്ടുണ്ടാകും എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പിന്നീട് ഇതിൽ നിന്ന് എന്ത് സ്പേമും കാര്യങ്ങളും കിട്ടും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ട് തന്നെ ഇത് പിന്നീടാണ് വിദഗ്ധ ടെസ്റ്റിന് വേണ്ടിയിട്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീട് റിൻസിയുടേതല്ലാതെ പിന്നീട് അതിൽ നിന്നൊരു സ്പേം പിന്നീട് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണെങ്കിൽ അതിൽ നിന്ന് DNA വേർപിടിച്ചെടുക്കുകയും ചെയ്തു. പിന്നീടാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അടുത്ത് ചെയ്തിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് റിൻസിയുടെ അച്ഛൻ്റെ DNA മാറ്റി ഇത് ക്രോസ് മാച്ച് ചെയ്ത് നോക്കിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് മറിച്ച് ഒരിക്കലും രണ്ടും തമ്മിൽ മാച്ച് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റിൻസിയുടെ അച്ഛനല്ല കൊലയാളി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് തിരികുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഇത് പുറത്തു വന്നിട്ട് മീഡിയയുടെ പക്കലും ആൾക്കാരുടെ പക്കലും ഒന്നും പറയാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പറയുകയാണ് യഥാർത്ഥ കൊലയാളി രക്ഷപ്പെടുമെന്ന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് അറിയാമായിരുന്നു. അങ്ങനെ ഇരിക്കെ പിന്നീടാണെങ്കിൽ റിൻസിയുടെ അച്ഛനാണ് കൊലയാളി എന്ന രീതിയിൽ തന്നെ അവിടെ വരികയും പിന്നീട് നാട്ടുകാരുടെ പക്കലുള്ള അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് പോലീസ്
പോലീസുകാർക്ക് സംശയവും കാര്യങ്ങളും തോന്നുന്ന ആൾക്കാരുടെ DNA കാര്യങ്ങൾ പിന്നീടാണെങ്കിൽ എടുക്കുകയും പിന്നീട് ക്രോസ് മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് ഈ DNA കാര്യങ്ങളൊന്നും ക്രോസ് മാച്ച് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഒരു കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. റിൻസിയുടെ കൊലപാതകം കാര്യങ്ങൾ നടന്നിട്ടുള്ളത് രാത്രിയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിൽ അവിടെ സ്ഥിരമായി വരുന്ന ആരെങ്കിലും ആയിരിക്കും കൊലപാതകം ചെയ്തത്. ഇതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് ഒരു ടീമിനെ രൂപീകരിക്കും. പിന്നീടാണെങ്കിൽ ഇത്തരത്തിൽ തന്നെ രാത്രി കാലങ്ങളിൽ ആ വീടിൻ്റെ പരിസരത്തായിട്ട് മുഴുവനായി നമുക്ക് നിന്നതിന് ശേഷം അന്വേഷണം കാര്യങ്ങൾ നടത്താമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് അന്വേഷണം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഒരു 12 മണി കഴിയുന്ന സമയത്താണെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരാൾ പോകുന്നതായിട്ട് പോലീസുകാർ കാണുകയും ചെയ്തു. അന്നേ വീട്ടിലോട്ട് പിന്നീടാണെങ്കിൽ ഈ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മുഴുവനായി കയറി ചെല്ലുകയും പിന്നീടാണെങ്കിൽ ആ സ്ത്രീയെ പിന്നീട് പിടിച്ച് ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. ആദ്യം പിന്നീടാണ് ഈ സ്ത്രീ കള്ളവായി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നീട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് നിന്റെ ഹസ്ബൻഡാണോ അതെ ഹസ്ബൻഡാണ് എന്തിനാണ് അങ്ങനെ പോയത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഇവളുള്ള രീതിയിലുള്ള സത്യങ്ങൾ മുഴുവനായി പറയുകയും ചെയ്തു. അത് ഇവളെ ഹസ്ബൻഡ് ആയിരുന്നില്ല. ഇവളെ ഹസ്ബൻഡ് ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇവളെ കാണാൻ വരുന്ന ഇവളൊരു സ്നേഹിതനാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു പോലീസുകാരുടെ പക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർ രണ്ടുപേരും വേറെ തരത്തിലുള്ള ബന്ധവും കാര്യങ്ങളുമാണ് ഉള്ളത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ മക്കൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഉടനെ തന്നെ പിന്നീടാണ് ഇവളെ പിടിച്ചിട്ടതിന് ശേഷം പിന്നീടാണ് ഇവളെ നേരെ ഹോസ്പിറ്റലിലോട്ട് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നീടാണ് ഇവളെ ശരീരം നേരെ പിന്നീട് ചെക്കും കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് അതിൽ നിന്ന് ഇവളതല്ലാത്തൊരു സ്പേമും കാര്യങ്ങളും എടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഇതിൽ നിന്ന് DNA വേർപെടുത്തിയതിന് ശേഷം പിന്നീടാണെങ്കിൽ റിൻസിയുടെ ഡ്രസ്സിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന അതേ DNA മറ്റു ക്രോസ് മാച്ച് ചെയ്ത് നോക്കുമ്പോഴാണ് എക്സാക്റ്റ് 2 DNA കൂടിയിട്ട് മാച്ചും കാര്യങ്ങളും ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കും ഇവനാണ് കൊലയാളി എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലീസുകാർക്ക് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ ഇവളെ പക്കൽ ചോദിച്ചു ആരാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആൾ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവന്റെ പേര് ഇവളെ പറഞ്ഞു കൊടുക്കുകയാണ്. സുനിൽ കുമാർ എന്ന് പറയുന്ന 40-കാരനായിരുന്നു ഇവളെ കാണാൻ വേണ്ടി ആ വീട്ടിലോട്ട് രാത്രി കാലങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ സുനിൽ കുമാറിനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ അന്വേഷണം കാര്യങ്ങളും നടത്തുകയും ചെയ്തു. പലതരത്തിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റിൻസിയുടെ വീടിന്റെ പുറകുവശത്തായിട്ടാണെങ്കിൽ സുനിൽ കുമാറിനാണെങ്കിൽ കുറച്ച് സ്ഥലമുണ്ട്. ഈ സ്ഥലം നോക്കാനായിട്ട് ഇവൻ ആ സ്ഥലത്ത് വേറെ ആരുമുണ്ട് എന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് തിരികെയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല റിൻസിയുടെ കേസ് ഒരു കൊലപാതകമാണ്. ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. അതുപോലെ തന്നെ പോലീസുകാർ അന്വേഷിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ വളരെയധികം വലിയ രീതിയിൽ തന്നെ പ്രശ്നമുണ്ടാക്കാനൊക്കെ മുമ്പ് തന്നെ ഇവൻ നിന്നിട്ടുണ്ടായിരുന്നു. ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ തന്നെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഇവൻ ആർക്കും സംശയമില്ല എന്നായിരുന്നു ഇവൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഇവനെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് കോർട്ടിൽ കൊണ്ടുപോയി സബ്മിറ്റും കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. പിന്നീടാണ് തെളിവെടുപ്പിനും അതുപോലെ തന്നെ ക്വസ്റ്റ്യനും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൊണ്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ഇവനെ റിമാൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണെങ്കിൽ ഈ കൊലപാതകം നടന്നിട്ടുണ്ടായിരുന്നു ഒന്നും കൂടി റീക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ പിന്നീട് അന്വേഷണം കാര്യങ്ങൾ നടത്തുകയും ചെയ്തു. ഇവ രാത്രി കാലങ്ങളിൽ തന്നെ ഈ സ്ത്രീയെ കാണാൻ പോകുന്ന സമയത്താണ് റിൻസി ഇവൻ കാണാറുണ്ടായിരുന്നു. ഈ റിൻസി 12 മണി വരെ പഠിക്കാറുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവൾ കിടന്നുറങ്ങാറ് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പിന്നീട് ഇവൻ മനസ്സിലാക്കുകയും ചെയ്തു. ഇവന്റെ സ്ഥലം വീടിന്റെ പുറകുവശത്ത്, അതായത് റിൻസിയുടെ വീടിന്റെ പുറകുവശത്ത് ഇവന്റെ സ്ഥലം നോക്കാൻ വരുന്ന സമയത്ത് ഇവളെ കാണുകയും പിന്നീടാണ് ഇവനക്ക് ഒരു കാമഭ്രാന്ത് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് പിന്നീടാണെങ്കിൽ 28-ാം തീയതി ആണെങ്കിൽ പിന്നീട് നേരെ ആ സ്ഥലത്തോട്ട് വന്ന് ഇവൻ ഒളിച്ചിരിക്കുകയും ചെയ്തു. റിൻസിയുടെ അമ്മയാണ് റിൻസിക്ക് ചായ കൊണ്ടുപോയി കൊടുക്കുന്നതെല്ലാം ഇവൻ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അച്ഛനും അമ്മയും കൂടി ലൈറ്റ് ഓഫ് ആക്കി കടന്നുറങ്ങുകയും ചെയ്തു. പിന്നീടാണ് 12 മണി വരെ റിൻസി പഠിച്ചതിന് ശേഷം ലൈറ്റ് ഓഫ് ആക്കി റിൻസി കടക്കുകയാണ്. റിൻസി കടന്നപ്പോഴാണ് പിന്നീടാണ് റിൻസിയുടെ റൂമിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന ആ ഡോർ ഇവൻ പതുക്കെ പിടിച്ചടക്കുകയും പിന്നീട് റിൻസി എണീച്ച് ഒച്ചടക്കാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ അവളെ വായും മുക്കും കൂടി പിടിച്ചമർത്തുകയും ചെയ്തു. പിന്നീടാണ് ഇവക്ക് ബോധം പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പിന്നീടാണ് ഇവ വീട്ടിൽ നിന്നും പുറത്തോട്ട് പോയതിന് ശേഷം പിന്നീട് റിൻസിയുടെ അച്ഛൻ്റെ ഓട്ടോറിക്ഷേൻ്റെ അകത്ത് നിന്ന് തപ്പുകയും പിന്നീട് അതിൽ നിന്ന് ഓട്ടോറിക്ഷ സ്റ്റാർട്ട് ചെയ്യുന്ന കയർ കിട്ടുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഫിംഗർ പ്രിന്റും കാര്യങ്ങളൊന്നും വരാതെ തന്നെ പിന്നീടാണെങ്കിൽ അതെടുത്ത് കൊണ്ടുവരികയും പിന്നീടാണ് റിൻസിയുടെ കഴുത്ത് മുറുക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒടുവിൽ റിൻസി ആണെങ്കിൽ മരണപ്പെടുകയും ചെയ്തു. മരണപ്പെട്ടതിന് ശേഷം പിന്നീടാണ് ഇവളെ ഡെഡ് ബോഡിയും കാര്യങ്ങളും ഇവൻ ഫിസിക്കലായി യൂസും കാര്യങ്ങളും ചെയ്യുകയാണ്. അങ്ങനെ ഇരിക്കെ പിന്നീടാണ് ഇവളെ കഴുത്തിൽ നിന്ന് ആ സ്വർണ്ണത്തിൻ്റെ ഓർണമെന്റ്സ് പിന്നീട് ഇവനെ ഊരിയെടുക്കുകയും പിന്നീടാണെങ്കിൽ ഇതുകൊണ്ട് പിന്നീട് ഇവൻ വേറെ സ്ഥലത്ത് കൊണ്ട് വിൽക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് തെളിയിക്കുകയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ നല്ല വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ്. ഇറ്റ്സ് മീ അഫ്രാദ്.